ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഫോർഡ് എക്കോസ്പോർട്ട് 2017 മോഡലാണ്. ഈ ഒരു വാഹനം നമ്മളെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. യൂട്യൂബ് ചാനൽ കണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് വർക്കുണ്ട്. ഓയിൽ ഫിൽറ്ററുകളെല്ലാം മാറി, 4 വീല്, ബ്രേക്ക്, സസ്പെൻഷൻ ചെറിയ നോയ്സ് ഉണ്ട്. അതിനോടൊപ്പം ഞാൻ ഈ ഒരു വാഹനം ഓടിച്ച് നോക്കിയപ്പോൾ ക്ലച്ച് ഹാർഡാണ്, ടൈറ്റാണ്, നല്ല രീതിക്ക് ടൈറ്റാണ്. പക്ഷേ വലിയ കിലോമീറ്ററൊന്നും ഓടിയിട്ടില്ല. ഏകദേശം ഒരു 65,000 കിലോമീറ്ററിനകത്തൊക്കെ ഓടിയിട്ടുള്ളൂ. എന്നാലും കെയർ ചെയ്ത് ഓടുന്ന വാഹനമാണ്. പക്ഷേ ഇത് റീ വണ്ടിയാണ്. പിന്നെ ഒരുപാട് ക്ലച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ചവിട്ടണോണ്ടാണ് ക്ലച്ച് ഒരുപാട് പെട്ടെന്ന് തന്നെ ഹാർഡ് വരാൻ കാരണം. 1,00,000 കിലോമീറ്ററിന് മേളിൽ ഓടുന്ന ഒരു വാഹനമാണ് ഈ ഒരു ക്ലച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ട്രാഫിക്കിലൊക്കെ ചവിട്ടി വെച്ചുകൊണ്ടിരുന്നാലും അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഒരു വാഹനം എതിരെ വന്നാൽ നമ്മൾ ക്ലച്ച് ചവിട്ടി വെച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ക്ലച്ച് താങ്ങി എടുത്താലും ക്ലച്ച് ഹാർഡ്നെസ് ഉണ്ടാകും. ക്ലച്ച് ഇപ്പോൾ നല്ല ടൈറ്റാണ്, നല്ല ടൈറ്റ് ഫീൽ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ക്ലച്ചും കൂടി മാറാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർഡ് എക്കോസ്പോർട്ടാണ്, 2017 മോഡൽ, ഡീസൽ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66,199 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇത് കസ്റ്റമർ ഇപ്പോൾ എടുത്ത വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ സർവീസും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ജെനുവിൻ പാർട്സ് തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. 2 ദിവസം മുന്നേ ഓർഡർ ചെയ്തു. സാധനം ഇപ്പോൾ എത്തും. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സാണ് ആദ്യം നമ്മൾ ഇളക്കുന്നത്. 4 വീലൊക്കെ ഇളക്കി ബ്രേക്കൊക്കെ ചെക്ക് ചെയ്ത് ഗിയർ ബോക്സ് ഇളക്കിയതിന് ശേഷം നമുക്ക് ക്ലച്ച് ആൻഡ് സ്ലാബ് സിലിണ്ടറും റിലീസ് ബെയറിംഗ് എല്ലാം കൂടി മാറി സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അതിനോടൊപ്പം എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, ഗിയർ ഓയിൽ, 4 വീല്, ബ്രേക്ക്, സ്റ്റാർട്ട് മൗണ്ടിങ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് മാറും. ഷോക്ക് അബ്സർ നോക്കും. പിന്നെ ഫിൽറ്ററുകൾ കംപ്ലീറ്റ് മാറും. ഫ്യൂൽ ഫിൽറ്റർ അടക്കം നമുക്ക് ഇതിനോടൊപ്പം ചേഞ്ച് ചെയ്യണം. ഈ ഒരു വാഹനത്തിൻ്റെ A to Z നോക്കാനാണ് നമ്മളെ കസ്റ്റമറെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന കംപ്ലൈൻ്റ് ആണ് നമ്മൾ പറഞ്ഞത്. സസ്പെൻഷൻ ചെറിയ നോയ്സും, ക്ലച്ച് ഹാർഡും, ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക് ഇതൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വാഹനത്തിൻ്റെ അടിസൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ റാമ്പിലിട്ടാണ് വാഹനത്തിൻ്റെ ക്ലച്ച് ഇളക്കുന്നത്. എല്ലാ വാഹനത്തിനും പോലെ തന്നെ ഫ്രണ്ട് ഡ്രൈവാണ് വരുന്നത്. എഞ്ചിൻ ഫ്രണ്ടിൽ ഡ്രൈവ് കൊടുക്കുന്നത് ഫ്രണ്ട് വീലിലാണ്. ആക്സിൽ നമുക്ക് ഇളക്കണം. അതുപോലെ തന്നെ ചുറ്റ് ബോൾട്ട്, മൗണ്ടിങ്, ഗിയർ ഓയിൽ, അതിൻ്റെ സ്ലാബ് സിലിണ്ടറിൻ്റെ പൈപ്പും കാര്യങ്ങളും, ഗിയറിൻ്റെ കേബിളുകൾ ഇതെല്ലാം ഇളക്കി ഈ കാണുന്ന ഗിയർ ബോക്സ് നമുക്ക് ഊരി മാറ്റിയാലും നമുക്ക് സാധാരണ വാഹനത്തിന് ക്ലച്ച് വരുന്ന പോലെ തന്നെയാണ് ഫ്രണ്ട് ഡ്രൈവിൽ. പിന്നെ ഇടയ്ക്ക് ലിങ്ക് റോഡൊക്കെ കസ്റ്റമർ മാറ്റിയെന്ന് തോന്നുന്നു. ലിങ്ക് റോഡ്, അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ റിയർ മൗണ്ടിങ്, ഗിയർ മൗണ്ടിങ് റിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്ത് നമുക്ക് നോക്കി ചെയ്യണമെന്നുള്ളതാണ്. നമുക്ക് ഗിയറൊക്കെ ഇളക്കിയിട്ട് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. അങ്ങനെ നമ്മൾ ഗിയർ ബോക്സ് ഇളക്കി എടുത്തായിരുന്നു കേട്ടോ. ഗിയർ ബോക്സ് ഇളക്കി ഇതായി കാണുന്നതാണ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗിയർ ബോക്സിൽ വരുന്ന സ്ലാബ് സിലിണ്ടർ നമ്മൾ ചേഞ്ച് ചെയ്യും. ഇതാണ് കണ്ടത്, നല്ല രീതിക്ക് മുഴക്കമുണ്ട് സ്ലാബ് സിലിണ്ടർ. ഇത് 10 വർഷ കാലാവധി, 1,00,000 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ വേണം പണി കിട്ടാന്ന് വെച്ചാൽ ഇതിൽ ഫ്ലൂയിഡ് ലീക്കായി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ക്ലച്ച് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സീല് കംപ്ലൈൻ്റ് ആയി ഫ്ലൂയിഡ് ലീക്കാവും. അപ്പോൾ ഈ ഒരു സ്ലാബ് സിലിണ്ടർ അകത്തോട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇത് ഹൈഡ്രോളിക് വഴി ഫ്ലൂയിഡ് വഴി വർക്ക് ചെയ്യുമ്പോൾ ലീക്കായി കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല, ഇത് സ്റ്റക്കായി പോകും. അങ്ങനെ വരുമ്പോൾ ക്ലച്ച് ഗിയർ വിടത്തില്ല, ക്ലച്ച് വർക്കാവില്ല, ഗിയർ വിടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലാബ് സിലിണ്ടറും ഈ ക്ലച്ച് മാറ്റുമ്പോൾ എപ്പോഴും നമ്മൾ ഒരുമിച്ച് തന്നെ ചേഞ്ച് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ 2 പൈപ്പുണ്ട്, ഇന്നും ഔട്ടും വരുന്നുണ്ട്. ഔട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലൂയിഡിൻ്റെ പൈപ്പ് കൊടുക്കാനുള്ള ഏരിയയാണ് കേട്ടോ. ഇതാ ഈ കാണുന്ന ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എയർ എടുക്കാനുള്ള പൊസിഷനാണ്. ഇങ്ങനെ ഒരു 10 സ്പാൻഡറിട്ടോ കൈ കൊണ്ടോ നമുക്കിങ്ങനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ക്ലച്ച് പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് എയർ എടുക്കാം. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തിരിച്ച് എയർ പോകാനുള്ള വഴിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ഗിയർ ബോക്സിനകത്ത് എയർ പുറത്തോട്ട് പോകാനുള്ള ഇതാണ്, വാൽവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഓടാനുണ്ട്. അതായി കാണുന്നതാണ് ക്ലച്ച് കേട്ടോ. ക്ലച്ച് നമുക്ക് ചേഞ്ച് ചെയ്യണം. ക്ലച്ചിൻ്റെ ബോൾട്ട് എല്ലാം ക്ലച്ച് ഇളക്കി എടുത്തിട്ട് നോക്കാം എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ. ക്ലച്ച് നമ്മൾ ജെനുവിൻ ആയിരിക്കും മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർഡിൻ്റെ ജെനുവിൻ പാർട്സ് ആയിരിക്കും. ക്ലച്ച്, സ്ലാബ് സിലിണ്ടർ, ഗിയർ ഓയിൽ നമ്മൾ എനിയോസിൻ്റെ 75-90 സിന്തറ്റിക് ഒഴിക്കുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ അതുപോലെ തന്നെ മാറുന്നുണ്ട്. പിന്നെ ഡീസൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും ഓയിൽ ഫിൽറ്ററൊക്കെ ഇതിൻ്റെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. റിയർ ബ്രാക്ക് ഷൂ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ റിയർ ഷോക്ക് അബ്സർ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഷോക്ക് അബ്സർ ഹാർനെസ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബൂട്ടും കാര്യങ്ങളെല്ലാം ഇളകി പൊട്ടി കിടന്ന് അടിപ്പുണ്ട്. ഷോക്ക് അബ്സർ ചെറിയ ലീക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഷോക്ക് അബ്സറും ചേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി, ബ്രാക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ബോഡി എല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതായി കാണുന്നതാണ് ഇതിൻ്റെ ഗിയർ ഓയിൽ കേട്ടോ. ഗിയർ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായി മാറിയിട്ട്, സംഭവം എന്ന് പറഞ്ഞാൽ ഇതുവരെ ചേഞ്ച് ചെയ്ത് കാണത്തില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് കട്ടിയായി, എന്ന് വെച്ചാൽ ലൂസ് പോലെ ആയിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഗിയർ ബോക്സ് കടിച്ചു പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. 20,000 കിലോമീറ്റർ, മാക്സിമം 30,000 കിലോമീറ്ററിൽ നിങ്ങളെ വണ്ടിയെ വാഹനത്തിൻ്റെ ഗിയർ ഓയിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് നിങ്ങൾ പോവുക. ഒന്നുകിൽ സിന്തറ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ 80-90 കൊള്ളാം, അതുപോലെ തന്നെ 75-90 കൊള്ളാം. ഈ ഗിയർ ഓയിൽ നിങ്ങൾ യൂസ്
ചെയ്യാൻ വേണ്ടി നോക്കുക. അതിന് 2.25 ലിറ്ററൊക്കെ ഏകദേശം വരുന്നുണ്ട് ഗിയർ ഓയിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഇനി നമുക്ക് വാഹനത്തിലോട്ട് ക്ലച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ക്ലച്ച് ഇളക്കി എടുത്തായിരുന്നു. ക്ലച്ച് തീർന്ന് മട്ടമായിട്ടുണ്ട്. കറക്റ്റ് ടൈമാണ് കേട്ടോ. ഈ റിവേറ്റ് പിടിക്കുന്ന കറക്റ്റ് ടൈമായിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ ലൈനർ, ഈ മേൽഭാഗത്ത് കാണുന്നതെല്ലാം ലൈനർ എന്ന് പറയും. ഈ ലൈനറിലുള്ള പൊടി നമുക്ക് ശ്വസിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ശ്വസിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ വളരെ പാടാണ്. അപ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ലൈനർ തേയുമ്പോഴാണ് ഈ ഒരു റിവേറ്റ് ഈ ഒരു പ്രഷർ പ്ലേറ്റിൽ പിടിച്ച് പ്രഷർ പ്ലേറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നതും ക്ലച്ച് റൈസിങ് ഉണ്ടാകുന്നതും. പിന്നെ ക്ലച്ച് ഒരുപാട് ടൈറ്റ് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫിംഗറുകളാണ്. ഒരു 10-20 ഫിംഗറുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും 2-3 ടൈറ്റ് വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പെടലിൽ ടൈറ്റ് ഉണ്ടാകുന്നത്. ഇതിങ്ങനെ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഈ ഒരു ഫിംഗറൊക്കെ ഉണ്ടോ, ഇതിനെ പ്രസ് ചെയ്ത് താഴോട്ടാക്കും. അപ്പോഴാണ് ഈ ഒരു ഡിസ്ക് ഫ്രീ ആവുന്നത്. ഫ്രീ ആകുമ്പോഴാണ് ഗിയർ വീഴുന്നത്. അപ്പോൾ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി എഞ്ചിനിൽ നിന്നുള്ള പിടുത്തം ഈ ഒരു ഡിസ്ക് ഫ്രീ ആക്കും. അപ്പോൾ വീലിൽ നിന്നുള്ള പിടുത്തവും എഞ്ചിനിലുള്ള പിടുത്തവും ഫ്രീ ആവും ക്ലച്ച് ചവിട്ടുന്ന സമയത്ത്. ക്ലച്ച് ചവിട്ടുന്ന സമയം എന്ന് പറയുമ്പോൾ ക്ലച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഓൺ എന്ന് പറയും, ക്ലച്ച് ഓൺ. അപ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് ബാക്കിലോട്ട് വരികയും ഈ ഡിസ്ക് പ്രഷർ പ്ലേറ്റുമായിട്ട് ടൈറ്റായി ഫ്ലൈ വീലിലായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ എഞ്ചിനിലുള്ള പിടുത്തവും ഗിയർ ബോക്സ് ഇത് നേരെ ആക്സിൽ വഴി വീലിലോട്ട് കിട്ടും. അങ്ങനെയാണ് വണ്ടി മൂവ് ആവുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഒരുപാട് ചവിട്ടി വയ്ക്കാൻ പാടില്ല. ക്ലച്ച് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ക്ലച്ച് ഗിയർ ഇടാനും ട്രാഫിക്കിലും സിഗ്നലിലും അതുപോലെ തന്നെ ഒരു വണ്ടിയുടെ ബാക്കിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ക്ലച്ച് ഫസ്റ്റ് ഗിയർ ഇട്ട് ചവിട്ടി വയ്ക്കേണ്ട കാര്യമില്ല. വണ്ടി മൂവിങ്ങിനും ഗിയർ മാറുന്നതിനും മാത്രം ക്ലച്ച് ഉപയോഗിക്കുക. എങ്കിലേ 1,00,000 കിലോമീറ്ററിന് മേളിലെ ലൈഫ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു 66,000 കിലോമീറ്ററിൽ ഈ ഒരു ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റ് ഹാർഡായിട്ടുണ്ട്, ടൈറ്റ് ആയിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ക്ലച്ച് ഡിസ്കും തീർന്ന് മട്ടമായിട്ടുണ്ട്. കറക്റ്റ് ടൈമാണ്. ഇത് ലുക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് ജെനുവിനിൽ വരുന്നത്. ഫസ്റ്റ് ടൈം ആണ് ഇത് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് സ്ലാബ് സിലിണ്ടർ റിലീസ് ബെയറിങ്. 2 പൈപ്പ് ഇന്നും ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ബെയറിങ് മുഴക്കമുണ്ട് കേട്ടോ. ബെയറിങ് കറക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല രീതിക്ക് മുഴക്കമുണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് പെഡലിൽ ഫീലാവും, എന്ന് വെച്ചാൽ ഒരു വൈബ്രേറ്റിംഗ് ഫീലാവും. അപ്പോൾ ഇത് കറങ്ങുന്ന ഒരു ബെയറിങ് പോയതുകൊണ്ടാണ് ആ വൈബ്രേറ്റിംഗ് ക്ലച്ച് പെഡലിൽ നമുക്ക് ഫീലാവുന്നത്. ഇതാ ഈ കാണുന്ന ഇന്നാണ് കേട്ടോ. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതുവഴി ഫ്ലൂയിഡ് കടത്തി വിട്ട് ഇതിനകത്ത് ലോഡ് ചെയ്ത് ഇത് ഔട്ടാണ്. ഔട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ക്ലച്ച് പിടിപ്പിച്ചതിന് ശേഷം എയർ എടുക്കണം. ക്ലച്ചിലുള്ള ഈ ഫ്ലൂയിഡിനകത്തുള്ള എയർ എല്ലാം പോയി അതിനുശേഷം മാത്രമേ ഈ ഒരു ക്ലച്ച് വർക്കാവത്തുള്ളൂ, ഈ ഒരു റിലീസ് ബെയറിങ്. സംഭവം ക്ലച്ച് ഓഫ് ആവുന്ന സമയത്ത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് ഈ റിലീസ് ബെയറിങ് അകത്തോട്ട് പോകും കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇതിരിക്കുന്നത്. വാഹനത്തിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് അകത്തോട്ട് കയറിയിരിക്കും. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇത് ഫ്രണ്ടിലോട്ട് വന്ന് ക്ലച്ചിനെ ലോഡ് ചെയ്യും എന്നുള്ളതാണ്. ക്ലച്ച് ഓഫ് ചെയ്യും. ഇതിനകത്തുള്ള ഫ്ലൂയിഡാണത്. അപ്പോൾ ഫ്ലൂയിഡ് എല്ലാം മാറ്റി പുതിയ സ്ലാബ് സിലിണ്ടർ റിലീസ് ബെയറിങ് ഒരുമിച്ചാണ് വരുന്നത്. സ്വിഫ്റ്റൊക്കെ പോലെ ഇതിൽ പൈപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നീളത്തിന് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റേണ്ട ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, സ്ലാബ് സിലിണ്ടർ. പിന്നെ ഗിയർ ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വേറെ ഓയിൽസിലൊന്നും വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഓയിൽ ലീക്ക് കാര്യം അങ്ങനെയൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ സ്ലാബ് സിലിണ്ടർ ഈ ഒരു 3 ബോൾട്ടിലായിരിക്കും നമുക്ക് പിടിപ്പിക്കേണ്ടത്. പിന്നെ ഗിയർ ബോക്സ് ഇതാണ്. ഇതെല്ലാം ഇതിനകത്തുള്ള ക്ലച്ചിൻ്റെ പൊടികളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് പുതിയൊരു ഗിയർ ബോക്സ് പോലെ ആക്കിയെടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് സെലക്ടർ ഷിഫ്റ്ററും കേട്ടോ. ഈ ഒരു അറയിൽ വരും. ഇതൊരു അറ പോലെയാണ് വരുന്നത്. ഒരു ക്യാപ്പ് പൊടിയും ഡസ്റ്റും അതുപോലെ തന്നെ ഒരു കമ്പൊന്നും കുത്തി കയറാതിരിക്കാൻ വേണ്ടി ഒരു അറ കൊടുത്തിട്ടുണ്ട്. ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ ഗിയർ വീഴത്തില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ വർക്കിംഗ് ഇതെങ്ങനെയാണ് കേട്ടോ. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്ററും സെലക്ടറും കേബിൾ വഴി ഇതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഫസ്റ്റ് സെക്കൻഡ് ഗിയർ 4, തേർഡ് 4, 5th എല്ലാം ഇതുപോലെയാണ്. റിവേഴ്സ് അടക്കം ഇതിലാണ് 2 കേബിൾ വഴി വർക്ക് ചെയ്യുന്നത്. പിന്നെ ABS ആയതുകൊണ്ട് ഇതിൽ സ്പീഡോമീറ്റർ സെൻസർ വരത്തില്ല. ABS വീലിലായിരിക്കും വരുന്നത്. ആണ് ഗിയർ ബോക്സ്. അപ്പോൾ ഫ്ലൈ വീല് വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണാനില്ല. ഫ്ലൈ വീല് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഫ്ലൈ വീൽ നല്ല പേപ്പറൊക്കെ പിടിച്ച് കറക്റ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സ്പെയർ പാർട്സ് എല്ലാം 2 ദിവസം മുന്നേ നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് കാർ ഓട്ടോമൊബൈൽസിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. തൈക്കാടാണ് സ്ഥലം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ഷോപ്പിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അവിടെ ഓർഡർ ചെയ്തു. അവിടെ നിന്ന് തന്നെ സാധനങ്ങൾ എടുത്ത് തന്നു. ഇവിടെ തന്നെ കൊണ്ടുതന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും വർക്ക്ഷോപ്പിൽ. അപ്പോൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ പാർട്സ് എല്ലാ കാര്യങ്ങളും ഏകദേശ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം എടുക്കുകയാണെങ്കിൽ ക്ലച്ചാണ് മെയിനായിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർഡ് ഏകദേശം ഇതിൻ്റെ വില പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. 5029 രൂപയാണ് എൻ്റെ റേറ്റ്. ഫോർഡിൻ്റെ ജെനുവിൻ പാർട്സാണ്. അപ്പോൾ ക്ലച്ചും അതിൻ്റെ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും സെറ്റായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ലാബ് സിലിണ്ടറാണ് കേട്ടോ. ക്ലച്ച് സ്ലാബ് സിലിണ്ടർ 2962 പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതും ഫോർഡിൻ്റെ ജെനുവിനാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഓയിൽ ഫിൽറ്ററാണ്. ഓയിൽ ഫിൽറ്റർ 148.
അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂവൽ ഫിൽറ്ററാണ് കേട്ടോ, കിറ്റ് ഫ്യൂവൽ ഫിൽറ്റർ 1140 രൂപ. പിന്നെ ഇതിൽ AC ഫിൽറ്റർ 165 രൂപ, എയർ ഫിൽറ്റർ 360 രൂപ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ജെനുവിൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മോൺട്രോ എന്ന് പറഞ്ഞ റിയർ ഷോക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മോൺട്രോ, ഗബ്രിയേൽ, ഇതൊക്കെയാണ് ജെനുവിനിൽ കയറി വരുന്നത്. ഏകദേശം ഒന്നിൻ്റെ വില 2414 രൂപ റേറ്റുണ്ട്. 2 ഷോക്ക് നമ്മൾ ഒരുമിച്ച് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരുമിച്ച് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്തായിരിക്കും, ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും, ജെർക്കിംഗ് ഒന്നും കാണത്തില്ല, ബാക്ക് ഇടി ഫീൽ ചെയ്യത്തില്ല, കുറച്ച് സ്മൂത്തായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും ഒരുമിച്ച് മാറി പോവുക. ഫ്രണ്ട് സ്റ്റഡ് മാറുന്നുണ്ടെങ്കിൽ 2 ഒരുമിച്ച് മാറുക, ബാക്ക് ഷോക്ക് മാറണമെങ്കിൽ 2 ഒരുമിച്ച് മാറുക. ഇപ്പോൾ ബാക്ക് 2 മാറിയെന്ന് പറഞ്ഞ് ഫ്രണ്ട് കൂടി മാറണം എന്നുള്ള അല്ല, ബാക്ക് കംപ്ലൈൻറ്റ് ആണെങ്കിൽ അത് അങ്ങനെ ചേഞ്ച് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എനിയോസിൻ്റെ എഞ്ചിൻ ഓയിലും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിയോസിൻ്റെ എഞ്ചിൻ ഓയിൽ 5W30 ഓയിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും ഇതിനോടൊപ്പം. അതുപോലെ തന്നെ ഗിയർ ഓയിൽ സെമി സിന്തറ്റിക് ഗിയർ ഓയിലും 75-90 ഗ്രേഡ് വരുന്ന ഗിയർ ഓയിലും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോർഡിന് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒറിജിനൽ പാർട്സ് മാക്സിമം നമ്മൾ ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ കസ്റ്റമറിനോട് പറഞ്ഞ് അനുവാദം ചോദിച്ച് ജെനുവിൻ സാധനം നമ്മൾ മാറി വിടുന്നതായിരിക്കും. ജെനുവിൻ സാധനം കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഹുണ്ടായുടെ ആയാലും അതുപോലെ തന്നെ ഫോർഡ്, ടൊയോട്ട, ഇതൊക്കെ ആണെങ്കിൽ സിറ്റി പോയേ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ഡിലേ നമുക്കുണ്ടാകും. എന്ന് വെച്ചാൽ 2 ദിവസം 3 ദിവസം സമയം എടുക്കും എല്ലാം കൂടെ പാർട്സ് കിട്ടാനായിട്ട്. നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ 2 ദിവസം, മാക്സിമം 5 ദിവസത്തിനകത്ത് നമുക്ക് റെഡിയാക്കി വിടാം എന്നുള്ളതാണ്. സ്പെയർ കിട്ടുമെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ എല്ലാ വർക്കും തീർത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്നെ വിളിച്ചേക്കുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ സമയമെടുത്ത് ചെയ്ത് തരേണ്ടി വരും എന്ന് വേണം പറയാനായിട്ട്. വെപ്രാളപ്പെടുത്തരുത്, എന്ന് വെച്ചാൽ പെട്ടെന്ന് വേണമെന്ന് പറയരുത്, എന്നാലും നമ്മൾ മാക്സിമം പെട്ടെന്ന് തീർത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ കവറിങ് ഇളക്കിയിട്ട് ഡീറ്റെയിലായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരാം കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് എൻ്റെ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഇതായി കാണുന്നതാണ്. ലുക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഒരു ജെനുവിനിൽ വരുന്നത് കേട്ടോ. ലുക്കാണ് വരുന്നത്. ഇതായി കാണുന്ന ഡിസ്കിൽ എഴുതിയിട്ടുണ്ട് ലുക്ക് കണ്ടോ. ലുക്ക് ട്രാൻസ്മിഷൻ സൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. സംഭവം എല്ലാ വാഹനത്തിനും, ഏകദേശമുള്ള വാഹനത്തിനൊക്കെ ഈ ഒരു തള്ളലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഈ ഒരു പ്രഷർ പ്ലേറ്റിൻ്റെ ഗിയർ ബോക്സിന് സൈഡായിരിക്കും വരുന്നത്, തള്ളലുള്ള ഭാഗം. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അതുപോലെ തന്നെ ഈ വോക്സോൻ്റെ വണ്ടിക്കൊക്കെ ഇതുപോലെ ഉണ്ടാവും, ഫോർഡിൻ്റെ വണ്ടിക്ക് ചില വാഹനങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് ട്രാൻസ്മിഷൻ സൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വരുമ്പോൾ ഗിയർ ബോക്സ് സൈഡായിരിക്കും വരുന്നത്. ചില വാഹനങ്ങളിൽ നേരെ തിരിച്ചായിരിക്കും. പക്ഷേ ക്ലച്ച് ഡിസ്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഗിയർ വീഴാൻ പാടായിരിക്കും. അപ്പോൾ വീണ്ടും ഗിയർ ബോക്സ് ഇളക്കണം. അപ്പോൾ നോക്കി തന്നെ വർക്ക് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിൽ എഴുതി കൊടുത്തിട്ടുള്ളത് ട്രാൻസ്മിഷൻ സൈഡിൽ നിന്ന്. ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഗിയർ ബോക്സ് വരുന്ന ഭാഗമാണ് ട്രാൻസ്മിഷൻ സൈഡിലോട്ട് തന്നെ ഇടണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതിൽ പഴയതിലും എഴുതിയിട്ടുണ്ട്. ഇതിന് ലുക്ക് സെയിം ക്ലച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് റിവേറ്റ് പിടിക്കുന്ന ഒരു സൈഡ് കണ്ടോ, ഇവിടെയൊക്കെ റിവേറ്റ് പിടിച്ചൊരു അടയാളം കണ്ടോ. കൂടുതൽ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് വർക്ക് ചെയ്യുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ക്ലച്ച് ബാക്കിലോട്ട് എടുത്ത് നമ്മൾ ക്ലച്ച് താങ്ങുന്ന സമയത്തൊക്കെ ഈ ഒരു പ്രഷർ പ്ലേറ്റ്, ഈ ഒരു പിടിച്ച ഭാഗം എന്ന് വെച്ചാൽ ഫ്ലൈ വീൽ ഇതുപോലെ വരുന്നുണ്ട്. ഫ്ലൈ വീലിൽ പെട്ടെന്ന് പിടിക്കത്തില്ല പ്രഷർ പ്ലേറ്റ്. എന്ന് വെച്ചാൽ വർക്കിംഗ് ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഒറ്റ കറങ്ങിക്കൊണ്ടിരിക്കും, വേറെ പരിപാടിയൊന്നുമില്ല അതിൽ. അപ്പോൾ ഇതിലാണ് നമ്മൾ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്ത് ക്ലച്ച് റിലീസ് ആവുന്നതും ക്ലച്ച് വർക്ക് ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഓൺ ആക്കുന്നതും എല്ലാം ഈ ഒരു പ്രഷർ പ്ലേറ്റിലാണ്, ഈ ഒരു സ്ലാബ് സിലിണ്ടറിൻ്റെ സഹായത്തോടു കൂടി. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു റിവേറ്റ് നമ്മൾ ക്ലച്ച് താങ്ങി എടുത്ത് ക്ലച്ച് തീരാവുന്ന അവസ്ഥ വരുമ്പോൾ ഈ ഒരു റിവേറ്റ് ഉണ്ട്, റിവേറ്റിൻ്റെ കളർ മാറി ഈ ഒരു പ്രഷർ പ്ലേറ്റിൽ എന്ന് വെച്ചാൽ മെറ്റലും കൂടി പിടിക്കുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവണം. ഈ ഒരു ക്ലച്ച് തീർന്ന് മൊട്ട റിവേറ്റ് പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മാരുതിയുടെ ഒരു വാഹനമാണെങ്കിൽ, സ്വിഫ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിഞ്ഞായിരിക്കും വരുന്നത്. ഈ ഒരു തള്ളലുള്ള ഭാഗം ഈ ഫ്ലൈ വീൽ സൈഡായിരിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും റിവേറ്റ് ഒരുപാട് പിടിക്കുന്നത് മാരുതിയുടെ വണ്ടിയിൽ. പക്ഷേ ഇതിൽ നേരെ ഓപ്പോസിറ്റാണ്. ഈ ഒരു ഭാഗത്താണ് റിവേറ്റ് പിടിക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചുള്ളൂ, ഈ ഒരു ഭാഗത്തായിട്ട് റിവേറ്റ് പിടിച്ച് മെറ്റലും പിടിച്ച് ഭാഗത്താണ്. അതുകൊണ്ടാണ് ഇതിൽ ഈ ഒരു സൈഡ് ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ ഫ്ലൈ വീലല്ല പ്രഷർ പ്ലേറ്റ് സൈഡ് വരാൻ കാര്യം. ചിലതിൽ എഴുതിയിട്ടുണ്ട് ഗിയർ ബോക്സ് സൈഡ് എന്ന്, ചിലതിൽ എഴുതിയിരിക്കും ട്രാൻസ്മിഷൻ സൈഡ്. രണ്ടും ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഡിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധയോടുകൂടി തന്നെ വർക്ക് ചെയ്യേണ്ടതാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാ വാഹനത്തിനും ഒരുപോലെ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഗിയർ ബോക്സ് ഇളക്കി ഗിയർ വീഴത്തില്ല, ഇരട്ടി പണിയായിരിക്കും. അത് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടി കൂടുതലായിരിക്കും. റിവേറ്റ് അകത്തോട്ടായിരിക്കും ഇരിക്കുക. ക്ലച്ച് താങ്ങരുത്, താങ്ങിക്കഴിഞ്ഞാൽ റിവേറ്റ് തീർന്ന് റൈസിങ് ഉണ്ടാവും. അപ്പോൾ പ്രഷർ പ്ലേറ്റ് ഇതാണ്. ഇത് ലുക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് വരുന്നത്. പ്രഷർ പ്ലേറ്റും ഡിസ്കും കുറച്ചുകൂടി ഭയങ്കര സ്മൂത്തായിരിക്കും. കമ്പനി വരുന്നത് കുറച്ച് ഓയിലൊക്കെ ആഡ് ചെയ്തായിരിക്കും കമ്പനി വരുന്നത്. അത് നമ്മൾ WD-40 ഒക്കെ കഴിച്ച് ഓയിൽ വരാൻ പാടില്ല. എന്ന് വെച്ചാൽ ഓയിലിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ തുരുമ്പ് കയറാതിരിക്കും. ഇത് സമയത്തിന് വിറ്റില്ല, വെള്ളത്തിൻ്റെ അംശം അടിക്കുകയാണെങ്കിൽ തുരുമ്പ് കയറും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഓയിൽ അടിച്ച് വരുന്നത്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് ഒരു കാരണവശാലും ഡിസ്കിൽ ഓയിലാവാൻ പാടില്ല. ഓയിലായി കഴിഞ്ഞാൽ ഇത് സ്ലിപ്പാവും. എന്ന് വെച്ചാൽ ഡിസ്ക് ഫ്രീ ആയിട്ട് കറങ്ങും, ഇതിലോട്ട് സ്ലിപ്പാവും, പിടിക്കത്തില്ല. അപ്പോൾ അത് മാറ്റി വിടണം. ഇത് ഒരുമിച്ചല്ലായിരിക്കും വരുന്നത്, ഇങ്ങനെ ഒരുമിച്ച് വരത്തില്ല പുതിയ ക്ലച്ച്. അപ്പോൾ വേറെ രണ്ട് കവറിലായിരിക്കും ഇത് സെറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വിടുക. പിന്നെ റിലീസ് ബെയറിങ്ങിൻ്റെ എടുത്ത് പറയുകയാണെങ്കിൽ ഫോർഡിൻ്റെ വണ്ടികളിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ജെനുവിൻ പാർട്സ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ.
ഇത് അത്യാവശ്യം ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയാണെങ്കിൽ കിലോമീറ്റർ ലൈഫ് കുറയും. അപ്പോൾ അത് മാറ്റണമെങ്കിലും അപ്പോൾ ഒരുപാട് ലൈഫ് കിട്ടണമെങ്കിലും ഒരുപാട് ക്ലച്ച് അപ്ലൈ ചെയ്യരുത്. ചവിട്ടി വയ്ക്കാൻ പാടില്ല, ക്ലച്ച് അമർത്തി വയ്ക്കാൻ പാടില്ല ട്രാഫിക്കിലും സിഗ്നലിലും സമയത്തൊക്കെ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ടും ഇന്നും കൊടുത്തിട്ടുണ്ട്, എയർ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതിലോട്ട് പൊടിയൊന്നും കയറാതിരിക്കാനുള്ള ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മാറ്റിയിട്ടായിരിക്കും പൈപ്പ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓക്കെയാണ്. ലീസ് ബെയറിങ് ഓക്കെയാണ്, ക്ലച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി വാഹനത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇതാണ് കേട്ടോ ഡീസൽ ഫിൽറ്റർ അസംബ്ലി. ഇതിനകത്ത് ഫിൽറ്റർ വരുന്നുണ്ട്, പേപ്പർ ഫിൽറ്ററൊക്കെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ എയർ കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. ഇത് ഒറിജിനൽ തന്നെ ഇടേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫിൽറ്ററിങ് കൂടുതൽ നടക്കും. എന്ന് വെച്ചാൽ നമുക്ക് പൊടിയും അഴുക്കും എല്ലാം ഇപ്പോൾ ഡീസൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പിടിച്ച് ഒരുപാട് കിലോമീറ്റർ ക്ലീൻ ചെയ്ത് കൊടുക്കാനുള്ള ശേഷി ഒറിജിനൽ പാർട്സിനുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിനുള്ള ക്വാളിറ്റി അവർ കൊടുക്കത്തുള്ളൂ. അത് പെട്ടെന്ന് തന്നെ ഫിൽറ്റർ അടഞ്ഞു പോകും, വണ്ടി വലിവ് കുറയും. അതുകൊണ്ടാണ് ജെനുവിൻ തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് ഡീസൽ ഫിൽറ്ററാണ്. ഡീസൽ ഫിൽറ്റർ ഇനി വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ സാധാ നമ്മൾ കാണുമ്പോൾ തന്നെ AC ഫിൽറ്ററും ഓയിൽ ഫിൽറ്ററും. ഓയിൽ ഫിൽറ്റർ പേപ്പർ ടൈപ്പാണ് വരുന്നത്, അതും വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഷോക്ക് അബ്സർ സെറ്റ് ചെയ്യാൻ നേരത്ത് കാണാൻ എങ്ങനെയാണെന്ന്. അങ്ങനെ സ്ലാബ് സിലിണ്ടർ ഗിയർ ബോക്സിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഗിയറിൻ്റെ ക്ലച്ചിൻ്റെ പൊടികളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തു. 3 ബോൾട്ടാണ് വരുന്നത്, 3 ബോൾട്ടും ടൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്ലച്ചും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലച്ച് നമ്മൾ എല്ലാ ബോൾട്ടും കറക്റ്റിന് 6 ബോൾട്ടും ടൈറ്റ് ചെയ്തു, ക്ലച്ച് സെൻറ്റർ ചെയ്തു, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. കുറച്ച് പാടാണ് കേട്ടോ ഈ ഒരു വാഹനത്തിന്. ഗിയർ ബോക്സ് ഈ ക്രോസ് ഉള്ളതുകൊണ്ട് കുറച്ച് പാടാണ് ഇളകി വരാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ റാമ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം കൂടെ നോക്കാം. റിയർ ഷോക്ക് അബ്സർ നമ്മൾ ഇളക്കിയായിരുന്നു കേട്ടോ. ഇതാണ് റിയർ ഷോക്ക് അബ്സറും മൗണ്ടിങ്ങും ബുഷും എല്ലാം കൂടി സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ റിയർ ഷോക്ക് അബ്സർ നമ്മൾ എടുത്തിട്ടുള്ളത് മോൺട്രോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ പഴയത് ഇളക്കി നോക്കിയപ്പോൾ ഇത് സ്റ്റക്കായിരിക്കുകയാണ്. ഇതിൻ്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ഇത് വർക്കിംഗ് ഇല്ല, ജസ്റ്റ് താന്നു കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റക്കായിരിക്കും. മേളിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹൈറ്റ് കൂടി വരത്തില്ല. അപ്പോൾ ആൾ കയറിയാലും വാഹനത്തിൽ ഒരു 5 പേരൊന്ന് പോകണമെങ്കിലും ബാക്ക് വർക്കിംഗ് ഇല്ലാതെ താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. വണ്ടി ഭയങ്കര ഉലച്ചിലായിരിക്കും, ജെർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഇത് ഷോക്ക് അബ്സർ മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ ഇതിൻ്റെ ബോട്ടും കാര്യങ്ങളെല്ലാം കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. കട്ടായി പോകുന്ന സമയത്ത് ഇതിനകത്തുകൂടി പൊടിയും ഡസ്റ്റ് എല്ലാം കൂടി ഈ ഒരു ടോപ്പിൽ ഇറങ്ങിയാണ് ഇതിൻ്റെ വർക്കിംഗ് പോകുന്നത്. പിന്നെ കാലക്രമേണയും കംപ്ലയിൻറ്റ് വരാം. ഇതിൻ്റെ വർക്കിംഗ് ഞാൻ കാണാം. വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത് നല്ല സ്മൂത്തായിട്ട് നമ്മൾ താഴ്ത്തി വയ്ക്കുന്ന സമയത്ത് ഹൈറ്റ് കൂടി ഓപ്പോസിറ്റായിട്ട് ഹൈറ്റ് കൂടി വരും കേട്ടോ. പഴയതൊന്ന് നോക്ക്. പഴയതെന്ന് പറഞ്ഞാൽ അതുപോലെ സ്റ്റക്കായിരിക്കുകയാണ്, തിരിച്ച് റിട്ടേൺ വരുന്നില്ല. അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 2 ഷോക്ക് നമ്മൾ ഒരുമിച്ച് തന്നെ ചേഞ്ച് ചെയ്ത് വിടും എന്നുള്ളതാണ്. അങ്ങനെ എക്കോസ്പോർട്ടിൻ്റെ ഏകദേശമുള്ള വർക്കെല്ലാം കംപ്ലീറ്റ് ആയി കേട്ടോ. നമ്മളെ ക്ലച്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ 4 ലിറ്ററോളം 3,800 ഒഴിച്ചിട്ടുണ്ട്. അത് 5W40 ആണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്, ഫുള്ളി സിന്തറ്റിക് ഓയിൽ. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്തു. ഓയിൽ ഫിൽറ്ററിൻ്റെ അടി സൈഡിലാണ് കേട്ടോ വരുന്നത് ഒരു പേപ്പർ ടൈപ്പ്. അത് കപ്പളക്കിയതിന് ശേഷം നമ്മൾ ഓയിൽ ഫിൽറ്റർ മാറി. പിന്നെ നമുക്കിനി ചേഞ്ച് ചെയ്യേണ്ടത് ഇതാണ് ഡീസൽ ഫിൽറ്ററാണ്. ഡീസൽ ഫിൽറ്ററിൻ്റെ ലൈന് നമ്മൾ ഊരിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സെൻസറിൻ്റെ വയർ ഊരിയിട്ടുണ്ട്. ഇതാണോ ഇന്നും ഔട്ട് 2 പൈപ്പുകൾ വരുന്നുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റൽ പോലത്തെ ഒരു സ്റ്റീലിലെ ഒരു ക്ലിപ്പ് കണ്ടോ. ഈ ക്ലിപ്പ് ബാക്കിലോട്ട് വലിച്ചതിന് ശേഷം ഇവിടെ പ്രസ് ചെയ്ത് ബാക്കിലോട്ട് ഊരി കൊടുത്താൽ മതി. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്ത് ഈ ഒരു ഭാഗത്തുണ്ടോ ഈ ഒരു വെള്ള കാണുന്നുണ്ടോ, ഇവിടെ പ്രസ് ചെയ്ത് ഊരി കൊടുക്കാം. പക്ഷേ സ്വന്തമായിട്ട് ആരും ചെയ്യരുത്. ഈ ഒരു ഫിൽറ്റർ കുറച്ച് ഡേഞ്ചറാണ്. ഈ ഒരു ഫിൽറ്റർ എന്ന് വെച്ചാൽ അലൈൻമെൻ്റ് ഒന്നും കറക്റ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്വിച്ചിൻ്റെ ഭാഗം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എയർ കയറി പിന്നെ മെനക്കെടായിരിക്കും. അപ്പോൾ അത് ആരും സ്വന്തമായിട്ടൊന്നും ചെയ്യരുത്. ഇതാണ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഡീസൽ ഫിൽറ്റർ. ഇതായി നമുക്ക് മാറ്റേണ്ടത് ഈ ഒരു മെറ്റൽ ഭാഗമാണ് കേട്ടോ. മെറ്റലിൽ വരുന്ന ഫിൽറ്ററാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇതിലൊരു സ്റ്റാർ ഫ്ലവറിൻ്റെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, ഒരു 3 കണ്ടോ. 3 സ്ക്രൂ ഇളക്കി ഈ ഒരു മെറ്റലിൽ വരുന്ന ഫിൽറ്റർ മാറി കൊടുക്കണം. അതിനുശേഷം ഇതിൽ ഡീസൽ കുറച്ച് ലോഡ് ചെയ്യണം കേട്ടോ. ഇതിൽ ഡീസൽ കുറച്ച് ലോഡ് ചെയ്തതിന് ശേഷമാണ് ക്ലിപ്പൊക്കെ പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. എന്നിട്ട് കുറച്ച് റൈസ് ചെയ്ത് കൊടുത്താൽ എയർ അങ്ങ് പോകും. ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. മേലെ ഒരു സ്വിച്ച് കണ്ടോ, ഇത് തിരിച്ച് അതിൻ്റെ ഡീസലൊന്ന് എടുത്ത് മാറ്റണം. ഇത് കണ്ടോ, ഇത് ഫുള്ള് ഡീസലാണ് നിറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു ഡിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡിഷിൽ ഈ ഒരു ഡീസലങ്ങ് ചോർത്താണ് നമുക്ക് ഈ ഒരു മെറ്റൽ ഭാഗമാണ് അതായി കാണുന്ന എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇതിനകത്താണ് ഒരു സ്വിച്ച് കണ്ടോ, ഇതിനകത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്വിച്ച്. ഇതാണ് ഇതിൻ്റെ പുതിയ ഫിൽറ്റർ. ഇതിൻ്റെ പഴയ ഫിൽറ്ററാണ്. അത്യാവശ്യം കുറച്ച് പഴക്കമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഫിൽറ്റർ. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഈ ഒരു ഫിൽറ്റർ മാറണം. ഫിൽറ്റർ മാറുമ്പോൾ ഇതിൻ്റെ ക്യാപ്പിലൊരു റിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു സ്വിച്ചിലാണ് ഇതുണ്ടോ, ഒരു സ്വിച്ച് പോലെയാണ് ഇത് കാണുന്നത്. ഇതൊരു ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഇത് ഇളക്കണമെങ്കിൽ
ഇത് മേളിലോട്ട് കയറ്റി ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുത്താണ് ഇളക്കുന്നത്. പക്ഷേ ഈ ഒരു കാരണവശാലും ഈ ഒരു റിങ്ങും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റഡി ഈ ഒരു റാഡ് ഒടിയാൻ പാടില്ല. ഒരു ഫൈബർ പീസാണ് വരുന്നത്. ഇത് നോക്കി ശ്രദ്ധയോടുകൂടി തന്നെ ഇത് സെറ്റ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോൾ കണ്ടോ, ഈ ഹോളിനകത്ത് ഇതിലേക്ക് കയറി ഫിക്സ് ആവുന്ന ഒരു പൊസിഷനാണ് വരുന്നത്. അപ്പോൾ ഇത് ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കൂടി എയർ കയറും, വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഇതിലൊരു റിങ് കൊടുത്തിട്ടുണ്ട്. ഈ റിങ് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ റിങ് ഇല്ലെന്നുണ്ടെങ്കിൽ എയർ കയറാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ക്യാപ്പ് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. ഈ റിങ് വരുന്ന ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് ഡീസൽ മയം ആവാൻ പാടില്ല. താഴെ ലീക്കാവാതിരിക്കാനുള്ള ഒരു ഓറിങ്ങാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മേൽഭാഗവും ക്ലീൻ ചെയ്യണം. റിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ ശ്രദ്ധയോട് കൂടി തന്നെ ഇത് ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു സ്റ്റഡി നമ്മൾ ഈ ഒരു ഹോളിനകത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കണ്ടോ, ഇതാണ് ഡീസൽ ലീക്ക് ആവാതിരിക്കാനുള്ള സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുതിയ ഫിൽറ്റർ ഇനി 3 ബോൾട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ അകത്തോട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് ഡീസൽ എയർ എടുക്കണമെങ്കിൽ ഡീസൽ ലോഡ് ചെയ്യണം. ഡീസൽ ഇതിൽ നിറച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി, പിന്നെ കയറിക്കോളും. അങ്ങനെ ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മൾ ഡീസൽ ഫിൽറ്റർ മാറി ഡീസൽ ലോഡ് ചെയ്ത് ഡീസൽ ഇതിനകത്ത് നിറച്ചതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റൈസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാലുള്ള ഇതിനകത്തുള്ള എയർ എല്ലാം പോകും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റി, അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ് 3 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഡീസൽ വണ്ടി 3, പെട്രോൾ വണ്ടി 2. അപ്പോൾ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗിയർ ബോക്സ് ഓയിൽ 2.5 ലിറ്റർ. പിന്നെയെന്ന് പറഞ്ഞാൽ ക്ലച്ച്, അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ്, ഡിസ്കും, പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ലാബ് സിലിണ്ടറും ചേഞ്ച് ചെയ്തു. പിന്നെ ഫ്രണ്ട് കാലിബറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബ്രേക്ക് പാഡും ബ്രേക്ക് ഷൂ ഒക്കെ ഓടാനുണ്ടായിരുന്നു. ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ മാറിയിട്ടുണ്ട്. പിന്നെ ബാക്കിലെ 2 ഷോക്ക് അബ്സർ നമ്മൾ ചേഞ്ച് ചെയ്തു കേട്ടോ. പുതിയ ഷോക്ക് അബ്സർ 2 സൈഡ് നമ്മൾ ചേഞ്ച് ചെയ്തു. ഹാൻഡ് ബ്രേക്കായി. ഇപ്പോൾ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പോൾ വാഹനത്തിൻ്റെ ക്ലച്ച് നമുക്ക് ചവിട്ടി നോക്കാം. ക്ലച്ച് ചവിട്ടുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഭയങ്കര ഫ്രീ ആണ് കേട്ടോ, നല്ല ഫ്രീ ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റത്തില്ല. കസ്റ്റമർ കൊണ്ടുവന്നിട്ട് അവർ രണ്ടാമത് ക്ലച്ച് ചവിട്ടി നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഭയങ്കരമായിട്ടുള്ള ഫ്രീ ആണ്. നമുക്ക് ഒരു വിരലിൽ ചവിട്ടാം എന്നുള്ളതാണ് ഇതിൻ്റെ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് നല്ല പെഡൽ കൂട്ടിയിട്ടുണ്ട്. പെഡൽ കൂട്ടിയ ബാക്കിൽ ഡ്രം ബ്രേക്കാണ്, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്. ഡ്രം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഓട്ടോമാറ്റിക്കാണ്, ബാക്കിൽ അഡ്ജസ്റ്റിംഗ് ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്രേക്ക് പെഡൽ ഒരുപാട് കൂടുകയും ചെയ്യും. ഹാൻഡ് ബ്രേക്കും കൂടുതലാക്കിയിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് 2 പല്ല് 3 പല്ല് പിടിച്ചു കൊടുത്താൽ മതി. ഹാൻഡ് ബ്രേക്ക് വണ്ടി അവിടെ നിൽക്കുക. ഹാൻഡ് ബ്രേക്ക് കുറവായിരുന്നു. നമുക്ക് ക്ലച്ച് ചവിട്ടി ഗിയർ ഒന്ന് ഇട്ട് നോക്കാം. ഗിയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4, 5th, പിന്നെ റിവേഴ്സ്. വേറൊരു കാര്യം പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ക്ലച്ച് ചവിട്ടി നമ്മൾ ഫസ്റ്റ് നിർത്തിയതിന് ശേഷം മാത്രമേ ഇടാവൂ. ചില ഒരു സെക്കൻഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് നിർത്തുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് അങ്ങ് കയറ്റി അങ്ങ് ഇട്ടളയും. അങ്ങനെ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ നിർത്തിയതിന് ശേഷം മാത്രമേ റിവേഴ്സ് ഇടാവൂ. പിന്നെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നിർത്തിയതിന് ശേഷം ഫസ്റ്റ് ഗിയർ ഇട്ടു. ജസ്റ്റ് ഒന്ന് ഒരാൾ ഓടുന്ന ഒരു സ്പീഡാണ് സെക്കൻഡ് ഗിയർ. അതുപോലെ തന്നെ തേർഡ് ഗിയർ, 4th, 5th, റിവേഴ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലച്ച് നല്ല സ്മൂത്തായി. ഇനി വാഹനം ഓടിച്ച് നോക്കണം 4 വീലും ടൈറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ സർവീസ് വർക്ക് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നു തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ അടിസൈഡിലുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കുക. അങ്ങനെയാണ് വാഹനത്തിൻ്റെ അടിസൈഡിലാണെങ്കിൽ ഇതിൽ മൗണ്ടിങ് നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ. ഗിയർ ബോക്സ് മൗണ്ടിങ് ബാക്ക് മാറിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് ക്ലച്ചിന് ഗിയറിൻ്റെ കേബിളും കാര്യങ്ങളും ഷിഫ്റ്ററെല്ലാം വരുന്നത്. ഇത് ഓക്കെയാണ്. ഇതിനകത്താണ് നമുക്ക് ഗിയർ ഓയിൽ ഒഴിക്കേണ്ടത്, ചോർത്തേണ്ട നെറ്റ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാണിച്ചു തരാം. ഇതിലൊരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് 3-4 വിളക്കിയതിന് ശേഷം കണ്ടോ, നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ അകത്ത് ഷിഫ്റ്റിങ്ങും 2 കേബിളും. ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന ബോൾട്ടാണ്. മറ്റേത് മേളിൽ കാണുന്ന അല്ലെങ്കിൽ ഇതിൽ ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ ഗിയർ ഓയിൽ ഒഴിക്കുന്ന ബോൾട്ടാണ്. അപ്പോൾ ലെവല് കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ലോക്കൊക്കെ കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം വാഹനം ഒന്ന് ഓടിച്ച് നോക്കണം എന്നുള്ളതാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ ക്ലച്ച് മാറേണ്ടത്. അപ്പോൾ ഇതാണ് ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓക്കെ, ബൈ, സീ യു.